അള്ളാന്റെ റസൂലിന് 7 മക്കളാ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളോട് അതല്ലെങ്കിൽ നമ്മളോട് തന്നെ റസൂലുള്ളാന്റെ മക്കളുടെ പേര് പറയാൻ പറഞ്ഞ ഒരു പേര് മാത്രമേ നമുക്കറിയാം, ഫാത്തിമ. എല്ലാവരുടെ പേരും ഫാത്തിമ. ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ, ഇനി ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ്, അതല്ലെങ്കിൽ മുഹമ്മദിനോട് ചേർത്തൊരു പേര്. ഈ ഫാത്തിമ ബീവിയെ മാത്രമേ റസൂലുള്ളാന്റെ മോളായിട്ട് നമുക്കറിയൂ. അത് മാത്രമല്ല, അതിനും അപ്പുറം 7 മക്കളാണ് റസൂലുള്ളാഹ്ക്ക് ഉണ്ടായിരുന്നത്. മുത്ത് നബിക്കല്ലാഹു കൊടുത്ത മക്കളെ പേരുകൾ അറിയില്ലേ? ഖാസിം, സൈനബ്, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ്. മുത്ത് ഖദീജത്താണി മക്കളെ പൊന്നുമ്മ എന്നറിയില്ലേ? ഇബ്രാഹിം എന്നൊരു മകൻ മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നല്ലേ? മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നല്ലേ? ഇങ്ങനെ 7 മക്കൾ റസൂലുള്ളാഹ്ക്കുണ്ട്. ഈ 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ടു പോകുന്നത് വാപ്പയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ്. ഏതുമ്മാക്കാണ് സഹിക്കാൻ കഴിയുക? നമ്മുടെ മകനൊരു പല്ലുവേദനയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? ഇല്ല. റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ മക്കളിൽ 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ടു പോയി. 5 മക്കളെയും ഖബറിലേക്ക് ഇറക്കി വെച്ച വാപ്പയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റുഖിയ എന്ന്